അടിപൊളി. എൻ്റെ പൊന്നു, നിറച്ചും ബോട്ട്സ് ഉണ്ട്. അതെല്ലാം ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ്, പല ടൈപ്പ് ആക്ടിവിറ്റീസ്. ഇതാണ് നമ്മുടെ എലിഫൻ്റ് ബീച്ച്, ഹാവ്ലോക്ക് ഐലൻഡ്. നമ്മൾ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡാണ്. ആ സൈഡാണ് നമ്മുടെ മറ്റേ ബീച്ചൊക്കെ ഉള്ളത്. കാലാപത്ര ബീച്ചാണെങ്കിൽ ഈ സൈഡാണ് എലിഫൻ്റ് ബീച്ച്. ക്ലിയർ തന്നെ കേട്ടോ, കാണിച്ചില്ല വെള്ളം. വാ, ക്രിസ്റ്റൽ ക്ലിയർ. എന്ത് പച്ച കളർ കണ്ട, നീല പച്ച. എലിഫൻ്റ് ബീച്ച് എലിഫൻ്റ് ഷേപ്പ് ഉള്ളത് കൊണ്ടാണ്, അല്ലാതെ എലിഫൻ്റ് ഉള്ളതുകൊണ്ടല്ല. ചെറിയൊരു ഫോറസ്റ്റ് ട്രക്കിംഗ് ആണ്. ഇനി നമുക്ക് കുറച്ച് നേരം അവിടെ അങ്ങോട്ട് പോയി നോക്കാം. അവിടെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നോക്കാം. ഒക്കെ പണ്ട് ഗോവയിലൊക്കെ ചെയ്ത് തന്നെയാണ്, സ്നോർക്കലിങ്ങും മറ്റേതൊക്കെ. ജസ്റ്റ് പോയി നോക്കാം, ബോട്ട് റൈഡെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ആക്ടിവിറ്റീസിൻ്റെ ഒന്ന് പോയി നോക്കാം, എന്തൊക്കെയാണ് അവിടെ ഉള്ളതും മറ്റു കാര്യങ്ങളൊക്കെ. അതിന് കുറച്ചിങ്ങോട്ട് നടക്കണം.
ഇതാണ് ആക്ടിവിറ്റീസിൻ്റെ സെക്ഷൻ. ആക്ടിവിറ്റീസിൻ്റെ ഇത് കണ്ട ഓരോ കൗണ്ടറുണ്ട്, അവിടെ നിന്ന് പോയിട്ട് നമുക്ക് ബുക്ക് ചെയ്യണം. പലതും ഉണ്ട്. നിറയെ ആക്ടിവിറ്റീസ് ഞാൻ എൻക്വയറി ചെയ്തു. അതിൽ സീ വാക്കിംഗ് ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. പക്ഷെ അതിന് നല്ല റേറ്റ് ഉണ്ട്, 3800 ഉണ്ട്. കാരണം നമ്മൾ സ്കൂബ ഡൈവിങ് ചെയ്യുന്നതുകൊണ്ട് ഈ സീ വാക്കിങ്ങിന് ആവശ്യമില്ല. എലിഫൻ്റ് ബീച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞ സീ വാക്ക് എന്ന് പറയുന്നത്. അത് അതേപോലെ തന്നെ നമുക്ക് നടക്കുന്നതാണ്. ഒരു ട്യൂബ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് നമുക്കിങ്ങനെ കാഴ്ചകളൊക്കെ കാണാം. ഇതിലൂടെ നമുക്ക് വാക്ക് ചെയ്ത് വേണമെങ്കിൽ കുറച്ച് അവിടം വരെ പോവാം. നമ്മുടെ നാട്ടിൽ പണ്ട് ഉണ്ടായതാണ്. ക്ലിയർ വാട്ടർ ഒക്കെ. ഇഷ്ടംപോലെ കഴിക്കാനൊക്കെ കിട്ടും. പക്ഷെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഭയങ്കര കോസ്റ്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഫ്രൂട്ട്സിൻ്റെ ഒരു 200-ന് ഒരു ഫുൾ പ്ലേറ്റ് കിട്ടും. പക്ഷെ ഞാൻ പറഞ്ഞു കുറച്ച് ഫ്രൂട്ട്സ് മതി, തരൂല. ഒരു ആപ്പിളിന് 100 രൂപ അങ്ങനെയൊക്കെ തരുന്നത്. ഭയങ്കര ഒത്തിരി കോസ്റ്റ്ലിയാണ്. നമ്മൾ വിചാരിക്കുന്നതാണ് എല്ലാം ഡബിളാണ്. കാരണം അത്രയും ബുദ്ധിമുട്ടുണ്ട് ഇവിടെ കൊണ്ടുവരും വേണം. ആണ് എലിഫൻ്റ് ബീച്ചിലെ കാഴ്ചകൾ. ആക്ടിവിറ്റീസ് ഇഷ്ടംപോലെ ഉണ്ട്. പുതിയതായിട്ട് തുടങ്ങിയ സീ വാക്ക്, സബ്മറൈൻ, അങ്ങനെ കുറച്ചുണ്ട്. പക്ഷെ എത്രത്തോളം എഫക്റ്റീവാണെന്ന് പോകണം. ഞാൻ എന്തായാലും നാളെ സ്കൂബ ഡൈവിങ് ചെയ്യുന്നതുകൊണ്ട് ഞാനിതൊന്നും ആക്ടിവിറ്റീസ് ട്രൈ ചെയ്തിട്ടില്ല. ഓക്കെ, പിന്നെ ഗോവയിൽ കുറേ ബാക്കി എല്ലാ ആക്ടിവിറ്റീസ് ചെയ്താൽ നോക്കാം. ഇത് ഈ അണ്ടമാൻ നിക്കോബാർ ടൂർ കഴിയുന്നതിന് മുമ്പായിട്ട് ചാൻസ് കിട്ടുക ചെയ്യാം. എന്തായാലും നാളെ സ്കൂബ ഡൈവിങ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ബാക്കി കാഴ്ചകൾ ഇനി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ തരിക. അത്യപൂർവ കാഴ്ചകളും കൂടി കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇതെല്ലാം മാംഗ്രോവ്സിൻ്റെയാണ്. ഇപ്പം വെള്ളമില്ല, അപ്പോൾ ആ സമയത്തുള്ള കാഴ്ചയാണ്.